ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മെയ് 14 ശുക്രൻ ബുധൻ്റെ രാശിയായ മിഥുനം രാശിയിലേക്കും മിഥുനം രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ രാശിയായ ഇടവൻ രാശിയിലേക്കും മെയ് 14 15 രാശി മാറുന്നു. അങ്ങനെ ബുധ ശുക്ര രാശി പരിവർത്തന യോഗം വരുന്നു. അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മെയ് 14 ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത്. മെയ് 15 ബുധൻ ശുക്രൻ്റെ രാശിയായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്. പ്രത്യേകിച്ച് ഈ ശുക്രൻ രാശി മാറുന്നത് അറിവിൻ്റെയും ബുദ്ധിയുടെയും യുക്തിസഹമായ ചിന്തയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും രാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത്. ശുക്രനാണെങ്കിൽ സുഖത്തിൻ്റെ ഗ്രഹമാണ്. ഭൗതിക സുഖം, സാമ്പത്തിക സുഖം, സൗന്ദര്യം, പ്രണയം, വിവാഹം, ആഡംബര ജീവിതം, ഇവയുടെയൊക്കെ ഗ്രഹമാണ് ആ ശുക്രൻ. ആ ശുക്രൻ പ്രത്യേകിച്ച് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഈ തുറന്ന ഒരു മനസ്ഥിതി, എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ. പൊതുവെ നമ്മൾ ഈ കുട്ടികളെപ്പോലെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയാം. നമുക്ക് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും ഏത് കാര്യത്തിലും. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പൊക്കെ ദൃഢമാക്കുന്നതിനുള്ള ശ്രമം, കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാവുന്ന സമയം, ഒരു ഭാവന ലോകത്ത് വിഹരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ ബുധ ശുക്ര രാശി പരിവർത്തനം പൊതുവെ എല്ലാ കൂറുകാർക്കും ഉണ്ടാകുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ അത് നല്ല രീതിയിൽ ആവിഷ്കരിക്കുന്നതിനൊക്കെ കഴിയുന്ന സമയമാണ്. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ബുധ ശുക്ര രാശി പരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ പുതിയ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ അനുകൂല സമയമായിരിക്കും. പക്ഷേ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഇത് വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത്. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധശുക്ര രാശി പരിവർത്തന യോഗം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധശുക്ര രാശി പരിവർത്തനം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 6ാം ഭാവാധിപനാണ്. അതുപോലെ 11ാം ഭാവാധിപനാണ്, നേട്ടത്തിൻ്റെ സ്ഥാനാധിപനുമാണ്. ഈ 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് 14 അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ആ ബുധൻ മെയ് 15 6ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം ബുധൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ബുധനും, ആ ബുധശുക്രന്മാർ രാശി പരിവർത്തന യോഗം ചെയ്യുന്ന സമയം. അത് പൊതുവെ നമുക്ക് നമ്മുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു ചർച്ച, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ ജീവിത പങ്കാളിയുടെയൊക്കെ സ്വാധീനം ഈ സമയത്ത് കൂടുന്ന സമയമായിരിക്കും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഊർജിതമാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ 6ാം ഭാവാധിപൻ 7ൽ പോകുന്നു, 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6ൽ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ്, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവർക്ക് യുക്തിസഹമായിട്ട് അതിൽ പ്രവർത്തിക്കാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനൊക്കെ ആ ബുധൻ്റെ സ്ഥിതി വഴിതെളിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ കർമ്മഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാക്കി തരുന്നതിന് ആ ബുധൻ്റെ 6ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം
വഴിതെളിക്കും എന്ന് പറയാം. മാത്രമല്ല ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള വേഴഗ്രഹം ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. ആ രാശിയിലേക്കാണ് ആ ശുക്രൻ്റെ 6ാം ഭാവാധിപനായ ശുക്രൻ രാശി മാറി ചെല്ലുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് ഈ 6ാം ഭാവാധിപത്യം ശുക്രനുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ 6ാം ഭാവാധിപൻ ശുക്രൻ 7ലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ എങ്കിലും രാശി പരിവർത്തന യോഗം ശുക്രനും ബുധനും ഉള്ളതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സമയം കൂടിയാണ്. ദാമ്പത്യ ബന്ധത്തിലെ പൊരുത്തക്കേടുകളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ജീവിത പങ്കാളിയുടെ ഇംഗിതമനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നിർവഹിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ശുക്രൻ 6ാം ഭാവാധിപനാണ്, 7ലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അവർ മുഖാന്തരം എന്തെങ്കിലും ട്രബിൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. ചിലപ്പോൾ ഈ സമയത്ത് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. കാരണം 7ലാണ് ശുക്രൻ്റെ സ്ഥിതി. ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരുവും 7ൽ നിൽക്കുന്ന സമയമാണ്. അപ്പം വിവാഹ ആലോചനകളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ വിവാഹ ആലോചനകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ശുക്രൻ 11ാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിവാഹ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനും മറ്റ് സോഷ്യൽ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുവഴിയൊക്കെ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനുള്ള ഒരു അവസരമൊക്കെ ഈ സമയത്തുണ്ടാകും. സാമൂഹ്യ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ബിസിനസ് പാർട്ട്ണർഷിപ്പ് വഴിയൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. ബിസിനസ് എക്സ്പാൻഷനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങളെ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടി ആണ്. പ്രൊഫഷണൽ ലൈഫിൽ പൊതുവെ നമുക്ക് പുരോഗതി ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ക്രമേണ 9ഉം 10ഉം ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ ഈ 6ലൊക്കെ ബന്ധപ്പെടുന്ന സമയവും കൂടിയാണ്. ഒരു ധർമ്മകർമ്മ ബന്ധം അവിടെ വരികയാണ്. അപ്പോൾ ഉന്നതമായിട്ടുള്ള തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണമുണ്ടാവും. പ്രത്യേകിച്ച് ഭാഗ്യനേട്ടം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. പിതാവ് വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സർവീസിലുള്ളവർക്കും തൊഴിലിൽ നേട്ടങ്ങൾ കിട്ടാവുന്ന സമയമാണ്. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരമൊക്കെ ഉണ്ടാകുന്നു. പൊതുവെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആദരവൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ദൂരയാത്രകൾ, അതുപോലെ ഷാപ്പിങ്, അതുപോലെ ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ, പുതിയ കരാറുകൾ, ഇവയൊക്കെ കിട്ടുന്നതിന് ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നതും, അതായത് ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നതും, മിഥുന രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ ഇടവരാശിയിലേക്ക് രാശി മാറുന്നതും, അങ്ങനെ ബുധ ശുക്ര രാശി പരിവർത്തനം ഈ മകരക്കുറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം മകരക്കുറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ, അതായത് യോഗകാരകനാണ് ശുക്രൻ. ആ യോഗകാരകനായിട്ടുള്ള ശുക്രൻ മെയ് 14 അവരുടെ 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് 15 ശുക്രൻ്റെ ക്ഷേത്രമായ 5ാം ഭാവരാശി ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. അങ്ങനെ ശുക്രനും ബുധനും ഒക്കെ തന്നെ രാശി പരിവർത്തനം ചെയ്ത് വരുന്ന സമയമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ശുക്രൻ 6ൽ വരുന്നു. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഇവ ഉണ്ടാകാതെ നമ്മൾ നോക്കണം. അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ നിസാര കാര്യങ്ങൾക്കായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ബുധശുക്ര രാശി പരിവർത്തന യോഗം ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളെപ്പറ്റി ഉള്ള
കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റീവ് തലത്തിലും ദൈനംദിന പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് തലത്തിലും ചിന്തകളുണ്ടാകും. റൊമാൻറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാകുന്ന സമയമാണ്. എങ്കിലും പ്രണയ പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ 6-ലേക്ക് വരുന്ന സമയമാണ്. ചിലപ്പോൾ പ്രണയ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടുന്ന ഒരു സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 5-ലൊക്കെ ബുധനൊക്കെ വരുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ വഴി നല്ല ചിന്തകൾ, നമ്മൾ പുതിയ ആശയങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി പരസ്പരം അത് ചർച്ച ചെയ്ത് അത് പങ്കിട്ട് വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയം കൂടെയാണ്. അതുപോലെ ഈ മറ്റുള്ളവരെയൊക്കെ സെർവ് ചെയ്യുന്നതിനൊക്കെ ഒരു താല്പര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ കർമ്മഭാവാധിപനാണ് ഈ 6-ൽ വരുന്നത്. ശുക്രൻ 6-ാം ഈ കർമ്മഭാവാധിപനും കൂടിയാണ്. കർമ്മഭാവാധിപൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ ആ കർമ്മസ്ഥാനത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ശുക്രൻ വരുന്നത്. അപ്പോൾ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ പ്രിസൺ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഹോസ്പിറ്റൽ സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, മറ്റ് സേവന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവരുടെ സേവനങ്ങൾക്കൊക്കെ വളരെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ അവർക്കൊക്കെ തന്നെ പൊതുവെ അല്പം ഹാർഡ് വർക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്കൊക്കെ അല്പം നമ്മൾ ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ തൊഴിൽ ലഭിക്കാവുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമായ 6-ലേക്കൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് കർമ്മസംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചില ഭാഗ്യനേട്ടങ്ങൾ തരാൻ ആ ശുക്രൻ്റെ സ്ഥിതി സഹായകമാണ്. മാത്രമല്ല 5-ൽ ആ ബുധൻ്റെ സ്ഥിതിയുമുണ്ട്. അപ്പം നല്ല ചിന്തകൾ, കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ബുധനൊക്കെ 5-ൽ വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. പഠനത്തിലൊക്കെ മത്സരവീര്യം കൂടുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 6-ലാണ് ശുക്രൻ്റെ സ്ഥിതി വരുന്നത്. അതുപോലെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്മളെ വരവിനേക്കാളും ചിലവ് അധികരിക്കാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അനാവശ്യ ചിലവ് ചുരുക്കി പോകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ കാണുക. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധശുക്ര രാശി പരിവർത്തനം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കുറുകാരെന്ന് പറയുമ്പം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിൽ പെടുന്നവർ, അതുപോലെ ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും 4-ഉം 9-ഉം ഭാവാധിപനായ ശുക്രൻ, അതായത് യോഗകാരകനായ ശുക്രൻ മെയ് 14-ന് 5-ാം ഭാവരാശിയിലേക്ക്, ബുധൻ്റെ രാശിയിലേക്ക്, മിഥുന രാശിയിലേക്ക് രാശി മാറുകയാണ്. ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് 15-ന് 4-ാം ഭാവരാശിയിലേക്ക് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. അങ്ങനെ ശുക്രൻ ബുധൻ്റെ ക്ഷേത്രത്തിലും ബുധൻ ശുക്രൻ്റെ ക്ഷേത്രത്തിലും രാശി പരിവർത്തനം ചെയ്യുന്ന സമയമാണ് മെയ് 14 മുതൽ. അപ്പോൾ പൊതുവെ ബുധശുക്ര രാശി പരിവർത്തന യോഗം എന്ന് പറയുമ്പോൾ 4-ഉം 5-ഉം ഭാവങ്ങൾ തമ്മിലാണ് രാശി പരിവർത്തനം. അപ്പോൾ നമുക്ക് കുടുംബ ചിന്തകൾ കൂടുന്ന സമയമാണ്. അപ്പം മനസ്സിന് സന്തോഷം ഉണ്ടാകാവുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സന്തോഷ അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലും പ്രണയബന്ധത്തിലുമൊക്കെ തന്നെ സന്തോഷ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. നല്ല പുതിയ പുതിയ ആശയങ്ങൾ അവയ്ക്കൊക്കെ ഒരു സ്വീകാര്യത കിട്ടുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ ആകർഷകമാകുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ബുധൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അപ്പം ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ സുഖസ്ഥാനത്തൊക്കെ വരുമ്പോൾ
അതായത് പ്രത്യേകിച്ച് കുടുംബ സ്ഥാനത്തൊക്കെ വരികയാണ്. അത് അഭികാമ്യമല്ല എങ്കിൽ തന്നെയും ബുധശുക്ര പരിവർത്തന യോഗം ഉള്ള സമയമായതുകൊണ്ട് അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധൻ ഈ 4ലേക്ക് വരുന്നത് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ആ ദോഷാനുഭവങ്ങൾ ഈ ബുധശുക്ര രാശി പരിവർത്തനം കൊണ്ട് നമുക്ക് അത് കുറയ്ക്കാൻ കഴിയും. എന്ന് പറയുമ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കും ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ശുക്രൻ എന്ന് പറയുമ്പോൾ യോഗകാരകനായിട്ടുള്ള ഗ്രഹവും കൂടിയാണ്. യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് 5ലേക്ക് വരുന്നത്. അത് രാജയോഗമായിട്ട് നമുക്ക് കാണാം. അപ്പം ഏത് കാര്യത്തിലും ഒരു നല്ല ഗൈഡൻസ് കിട്ടുന്ന സമയമാണ്. പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നതിനുള്ള സമയമാണ്. ദൈവിക കടാക്ഷം ഉണ്ടാകുന്ന സമയമാണ്. പിതൃസഹായം ഉണ്ടാകുന്ന സമയമാണ്. ക്രിയേറ്റീവ് വർക്കിലൊക്കെ തിളങ്ങുന്ന സമയമാണ്. പുതിയ ആശയങ്ങൾക്ക് പൊതുവെ ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന സമയമാണ്. ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ടാലൻ്റ് മെച്ചപ്പെടുന്ന സമയമാണ്. പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ പ്രണയബന്ധമൊക്കെ ശക്തമാകുന്ന സമയമാണ്. എങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഈ 5ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12ലാണ്. ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് സമയം അനുകൂലം. ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ അവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യുന്ന സമയമാണ്. ഈശ്വരചിന്ത കൂടുന്ന സമയമാണ്. നല്ല ചിന്തകൾ, നല്ല കർമ്മങ്ങൾ, നല്ല മാർഗങ്ങൾ അവലംബിച്ച് പോകുന്നവർക്ക് പൊതുവെ ഈശ്വര കടാക്ഷം ഈ സമയത്തുണ്ടാകും എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 5ൽ ഗുരു നിൽക്കുന്നു, 5ൽ ശുക്രൻ വരുന്നു. 2 ശുഭഗ്രഹങ്ങളാണ് 5ൽ നിൽക്കുന്നത്. നല്ല ചിന്തകൾ, നല്ല പ്രവർത്തികൾ, നല്ല ആശയങ്ങൾ ഒക്കെ ഈ സമയത്ത് അവർക്കുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ വർക്കിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടും. ഈശ്വര കടാക്ഷം ഉണ്ടാകും. പ്രത്യേകിച്ച് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ പൊതുവേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പൊതുവേ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാവുന്ന ഒരു സമയമായിട്ട് കാണുക. സന്തോഷ അനുഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മാതാവിനും ജീവിത പങ്കാളിക്കും ഒക്കെ തന്നെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും ബുധൻ ശുക്രൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നത്, അതുപോലെ ശുക്രൻ ബുധൻ്റെ രാശിയിലേക്ക് മെയ് 14-നും മെയ് 15-നും രാശിമാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഈ ബുധശുക്ര രാശി പരിവർത്തന യോഗം അത് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെയാണ്. അപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 3ാം ഭാവാധിപനാണ്, അഷ്ടമഭാവാധിപനാണ്. 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് 14-ന് അവരുടെ 4ാം ഭാവരാശിയിലേക്ക് ബുധൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത്. 4ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ശുക്രൻ്റെ ക്ഷേത്രമായ 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അങ്ങനെ ബുധൻ ശുക്രൻ്റെ ക്ഷേത്രത്തിലും ശുക്രൻ ബുധൻ്റെ ക്ഷേത്രത്തിലും രാശി പരിവർത്തനം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ബുധശുക്ര രാശി പരിവർത്തന യോഗം എന്ന് പറയുമ്പോൾ 3ഉം 4ഉമാണ് രാശി പരിവർത്തനം വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗുണകരമാകും. അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഇവയെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തകളും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഈ സമയത്ത് ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്ന സമയമാണ്. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം പ്രത്യേകിച്ച് 4ൽ ആ ശുക്രൻ്റെ സ്ഥിതി വരുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കൾ, അതുപോലെ അയൽവക്കക്കാർ, അവരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും. ഈ സമയത്ത് ചിലപ്പോൾ പല പല യാത്രകൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ശുക്രൻ 4ൽ വരിക എന്ന് പറയുമ്പോൾ ശുക്രന് ദിഗ്ബലമുള്ള സമയം കൂടെയാണ്. അപ്പോൾ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 4ൽ ശുക്രൻ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായകമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ അതിനുള്ള ചിന്തകൾ, അതിനുള്ള താല്പര്യമൊക്കെ ഈ സമയത്തുണ്ടാകും.
അപ്പോൾ വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സഹോദരങ്ങളുടെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ്. ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ശുക്രൻ അഷ്ടമഭാവാധിപനും കൂടിയാണ്. അപ്പം ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രൻ 4ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്ട്രെസ് ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ അനുഭവപ്പെട്ടു എന്നൊക്കെ വരാം. അതുപോലെ തന്നെ ഈ അഷ്ടമഭാവാധിപനായിട്ട് ശുക്രൻ 4 വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ജീവിത പങ്കാളിയുടെ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ അവർ വഴി എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. അതുപോലെ നമ്മൾ നമ്മുടെ വസ്തു ഒക്കെ വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ ഒക്കെ വരുന്നവർക്ക് പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപനായി ശുക്രൻ 4 വരുമ്പോൾ ആ വസ്തു വിൽക്കുന്നതിനും ഉള്ള ഒരു അനുകൂല സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ സമയത്ത് വേണം. പ്രത്യേകിച്ച് ഈ 4ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3 കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം നല്ല ചർച്ചകളിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ലഘൂകരിച്ച് പോകാൻ അനുകൂല സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ കുറുകാർ അവരുടെ കഴിവുകളിലും അവരുടെ ഹോബീസിലുമൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഫോക്കസ് കൂടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വർക്കിൽ, അതുപോലെ നമ്മുടെ ടീച്ചിങ്, നമ്മുടെ മോട്ടിവേഷൻ തലത്തിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. 3 ബുധൻ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, അവിടെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ തൊഴിലിൽ ഉണ്ടായെന്നൊക്കെ വരാം. ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകും, സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ശുക്രനൊക്കെ 4 വരുന്നത് പ്രത്യേകിച്ച് അയൽവക്കക്കാരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധം, അതൊക്കെ ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും അതുവഴി നമ്മുടെ കുടുംബത്തിലൊക്കെ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഈ ബുധ ശുക്ര രാശി പരിവർത്തനം മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.